ഇന്നത്തെ ഇഫ്താർ സ്പെഷ്യൽ ആടിൻ്റെ തലക്കറിയാണ് കേട്ടോ. അപ്പോൾ അത് ഇന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇന്ന് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അസ്സലാമു അലൈക്കും. അപ്പോൾ ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എന്നിട്ട് ഒന്ന് ചെറുതായി ചൂടാക്കി കൊടുക്കട്ടോ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ചമസാല ഇട്ട് കൊടുക്കണം. പച്ചമസാല എന്ന് പറഞ്ഞാൽ പച്ചമല്ലിയും ഉണക്കമുളക്, നല്ല ജീരകം, പെരുംജീരകം, കുരുമുളകൊക്കെ ചെറുതായി ചൂടാക്കിയിട്ട് പൊടിച്ച മസാലയാണ് പച്ചമസാല. അത് തലക്കറിയിൽക്കും അതേപോലെ ബീഫിൽക്കും ഒക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇന്ന് തലക്കറി വെക്കുന്നത്. അപ്പോൾ ഇത് ചൂടാക്കി എടുത്തതിന് ശേഷം ഇത് തീ ഓഫ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. അതിന് ശേഷം ഈ കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. തലയിലൊക്കെ നല്ല നെയ്യുള്ളതാണ്. അപ്പോൾ ഒരു ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം സവാള ഇട്ട് കൊടുക്കുക. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കട്ടെ. സവാള ഇട്ട് കൊടുത്തെന്ന് വിചാരിച്ചിട്ട് കറിക്ക് ടേസ്റ്റ് കുറവൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ചെറിയ ഉള്ളി ഇല്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കറി വെക്കാതിരിക്കണ്ട, സവാള ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ തിരക്കുള്ള സമയമായ കാരണം ഞാൻ സവാളയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതിലേക്ക് ഇത്തിരി പാനിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, അതേപോലെ തന്നെ പച്ചമുളക് ഒന്ന് നന്നായി പേസ്റ്റാക്കിയിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം ഒന്നും കൂടെ വഴറ്റി കൊടുക്കുക. നന്നായിട്ട് തന്നെ വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വീണ്ടും നന്നായി ഒന്ന് പിന്നെ ഈ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ തന്നെ വഴറ്റി കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ചതച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. തൊലിയോട് കൂടെ തന്നെ ചതച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ചതച്ച കുരുമുളക് പൊടി ഇട്ട് കൊടുക്കരുത്, ചതച്ച കുരുമുളക് ഇട്ട് കൊടുക്കണം. പൊടി ഇട്ട് കൊടുക്കരുത് കേട്ടോ. വേണമെങ്കിൽ ലാസ്റ്റ് വേണമെങ്കിൽ ഒരു ഇത്തിരി പൊടി ഇട്ട് കൊടുക്കുക, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ചതച്ച കുരുമുളകാണ് ഇതിലേക്ക് ഏറ്റവും നല്ലത്. എന്നിട്ട് അത് നമ്മൾ ഇട്ട് കൊടുക്കേണ്ട സാധനങ്ങളൊക്കെ അതേപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കറിക്ക് നല്ലൊരു ടേസ്റ്റ് തന്നെ കിട്ടും കേട്ടോ. അതിനുശേഷം നമ്മൾ കോരി വെച്ച പൊടികൾ ഇട്ട് കൊടുക്കുക. 2 തലയായ കാരണമാണ് ഇത്രയും പൊടികൾ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടിച്ചെങ്കിൽ അതിനനുസരിച്ച് ചേരുവകളൊക്കെ കുറച്ച് കൊടുക്കട്ടോ. എന്നിട്ട് ഇത് ഒന്നും കൂടി ചൂടാക്കി എടുക്കുക, വഴറ്റി കൊടുക്കുക. അപ്പോഴൊക്കെ തീയിൽ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ വൃത്തിയാക്കി വെച്ച വിനാഗിരിയും സുറുക്കിയും ഉപ്പൊക്കെ ഇട്ട് വെച്ച തല നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് 8 വിസിലടിച്ച് വേവിച്ച് വെച്ച തലയാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ നെയ്യൊക്കെ ഊറ്റി കളഞ്ഞതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നാലും അത്യാവശ്യം നെയ്യ് തന്നെ ഉണ്ടാവും. അപ്പോൾ എപ്പോഴും നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഊറ്റി കൊടുത്തിട്ട് വേണം തലക്കറിയൊക്കെ വെക്കാൻ, എന്നെങ്കിൽ ആ നെയ്യൊക്കെ കുറേ കൊണ്ട് പോയി കിട്ടും. അപ്പോൾ നമുക്കിത് കഴിക്കണോണ്ടും കുഴപ്പമില്ല. തലയുടെ എല്ലാ ഭാഗവും കൊടുക്കട്ടെ, ഒന്നും ഒഴിവാക്കേണ്ട ആവശ്യമില്ല, പല്ല് മാത്രം ഒഴിവാക്കി കൊടുത്താൽ മതി. എന്നിട്ട് അതിന് ശേഷം ഒന്ന് തിരിച്ചു മറിച്ച് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടില്ല, ചതച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കൂടുതൽ തന്നെ തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കട്ടോ. ഞാൻ ഒരു തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വീഡിയോ സ്കിപ്പായതാണ്. അതേപോലെ തന്നെ പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളി ഇത് അത്യാവശ്യം വലിപ്പമുണ്ട്, പക്ഷേ കുറവെന്ന് തോന്നിയപ്പോൾ ഒന്നും കൂടെ എടുത്തിട്ടിട്ടുണ്ട്. കൂടെ തന്നെ പച്ചമുളകും ചതക്കാത്ത പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ച കുരുമുളകിൻ്റെ ബാക്കിയുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വഴറ്റിയെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ തലക്കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ആവശ്യമുള്ളൂ. ലോ ഫ്ലെയിമിലിട്ടിട്ട് വെന്തത് കാരണം ലോ ഫ്ലെയിമിലിട്ടിട്ട് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ചുടുവെള്ളമായാലും കുഴപ്പമില്ല, പക്ഷേ പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത്. വെന്ത സാധനമാണല്ലോ, അപ്പോൾ പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത്, തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് മൂടിയിട്ടിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഒരു 10-15 മിനിറ്റൊക്കെ വെന്താൽ മതി കേട്ടോ. ഈ വെള്ളം ഒന്ന് വറ്റി കിട്ടുന്ന വരെ. പിന്നെ തലയൊക്കെ നല്ല വെന്ത് കിട്ടിയതാണ്, മസാലകൾ വെന്തതാണ്. അപ്പോൾ നമ്മൾ ഈ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റോ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ തന്നെ കറിയൊക്കെ നന്നായി വറ്റിയിട്ട് നല്ല അടിപൊളി കറിയാണ്. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചതിന് ശേഷം
ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പണി ചുരുങ്ങി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പുതിയ ചാനലാണ്. അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ തലക്കറി ഞാൻ ഇതിൽ ഫോയിൽ വെച്ചിട്ടാണ് കേട്ടോ മൂടി കൊടുക്കുന്നത്. എന്നിട്ട് ചെറിയ ചൂടിൽ തന്നെ വെന്ത് കിട്ടിയാൽ നല്ലൊരു ടേസ്റ്റാണ് ഈ കറിക്ക്. പത്തിരിയിലേക്ക് ഇന്നത്തെ റെസിപ്പി ഞങ്ങൾക്ക് പത്തിരിയാണ് കേട്ടോ. അപ്പോൾ കറിയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. 10-15 മിനിറ്റ് വെന്ത് കിട്ടുമ്പോഴത്തേന് തന്നെ പിന്നെ തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ അത് കിട്ടും. അപ്പോൾ ഇതേപോലെ വറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പത്തിരിക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടാൽ.